നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്ത SFI നടപടിക്കെതിരെ തോട്ടട ഗവൺമെന്റ് ITIക്ക് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനിച്ചു. ക്യാമ്പസുകളിൽ കുട്ടികൾ വരുന്നത് പഠിക്കാനുള്ള അവസരം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ്. എന്നാൽ കണ്ണൂർ ITIയിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്നത് പോലെയുള്ള സംവിധാനമാണ് ക്യാമ്പസിൽ ഉള്ളത്. വളരെ കാലമായി നടക്കുന്നതാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇവിടെ ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. ഇവിടെ ഈ കണ്ണൂർ ITIയിൽ KSU വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അതിഭീകരമായ അക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ സംഘടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് കാലമായി കണ്ണൂർ പോളിടെക്നിക്കും കണ്ണൂർ ITIയും ഭീകരരുടെ താവളമായി മാറ്റിയിരിക്കുകയാണ്. ക്യാമ്പസിൽ വരുന്നത് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഈ ക്യാമ്പസിൽ നടക്കുന്നത് പഠിത്തമല്ല, മറിച്ച് ഭീകരർക്ക് കൊടുക്കുന്ന കോച്ചിങ് ക്യാമ്പായി മാറിയിരിക്കുകയാണ്. സാധാരണ കോളേജ് യൂണിയന്റെ ഓഫീസ് മുറികളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന്റെ കാര്യങ്ങൾ രൂപപ്പെടുത്തുവാനും വേണ്ടിയാണ് കോളേജ് യൂണിയൻ ഓഫീസ്. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ, മുഹമ്മദ് ബ്ലാത്തൂർ, റിജിൽ മാക്കുറ്റി, സുരേഷ് ബാബു ഇളയാവൂർ, മനോജ് കൂവേരി, അഡ്വക്കേറ്റ് P ഇന്ദിര, വിജിൽ മോഹൻ, രാഹുൽ വെച്ചിയോട്, മുഹസിൻ കാത്തിയോട് എന്നിവർ സംസാരിച്ചു. ബിജു രാമകൃഷ്ണൻ, ഷിബു, KK ഉഷാകുമാരി, പത്മജ, TC ഗിരിജ, ദീപക് ചന്ദ്രൻ, വിനോദ് പുതുക്കുടി, മുഹമ്മദ് ഷിബിൻ, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, ഡുഡു ജോർജ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കും. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.